ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ ഡെയിലി ബ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്തായാലും സൺഡേ അല്ലേ, അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചേ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഞാൻ എണീറ്റപ്പോ തന്നെ സമയം ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റ് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത്. അപ്പൊ ഈ അടുക്കളയിൽ പോയപ്പോഴത്തേക്കും അമ്മ പാതി പരിപാടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉച്ചക്കത്തേക്കുള്ള രസം പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓഫ് ആണല്ലോ, ജോലിക്കൊന്നും പോകണ്ടല്ലോ. പിന്നെ ഇതാണ് കേട്ടോ പരിപാടി. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പാട്ട് വേണം കേട്ടോ. ഇപ്പോൾ എവിടെ പോയാലും അതേ വീട്ടിൽ നിന്നാലും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും കേട്ടോ. പിന്നെ കൂടെ ഞാനും ഉണ്ടാവും. പക്ഷെ എനിക്കൊന്ന് വയ്യാത്തോടെ ഞാൻ റെസ്റ്റ് എടുത്തേക്കുക. പിന്നെ ആ പാട്ടും വൈബൊക്കെ ആയിട്ട് അനിയത്തിയും അമ്മയൊക്കെ അങ്ങ് പാചകത്തിലേക്ക് കിടന്നേ. ഞാൻ നിനക്കൊരു കോംബോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ 50-50 ബിസ്ക്കറ്റും അതിന്റെ കൂടെ തന്നെ മയനൈസും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മയനൈസും 50-50 ബിസ്ക്കറ്റും കൂടെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലർക്ക് വിയോട് കോമ്പായിട്ടൊക്കെ തോന്നും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കയറി വന്നതാണ് കേട്ടോ അമ്മ എന്നെയും വീഡിയോ കാണിക്കാറ്. അങ്ങനെ തേട്ട കുഞ്ഞുമണി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞുമണി എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞുമണിയും കൂടി ഇരുന്ന് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചേ. ഞാൻ ചപ്പാത്തി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ, ബിസ്ക്കറ്റ് കഴിക്കാനാണ് മൂഡ് തോന്നിയത്. പിന്നെ അതിനൊക്കെ ശേഷം കുറച്ച് ജോലി ഉണ്ടായിരുന്നു കേട്ടോ, ഉള്ളി അരിയാനൊക്കെ. ഇന്ന് എന്തായാലും സൺഡേ അല്ലേ, അപ്പൊ അതുകൊണ്ട് തക്കാളി ചോറ് വെക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ, അപ്പൊ എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇരുന്ന് ഉള്ളി അരിയാണ് കേട്ടോ തക്കാളി ചോറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിയൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നേരെ തക്കാളി ചോറ് വെക്കാൻ വേണ്ടി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചിരവയുടെ മണ്ടയ്ക്ക് കയറി നിന്നിട്ടാട്ടോ ഇത് പാചകം ചെയ്തത്. എനിക്കാണെങ്കിൽ നല്ല ഹൈറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഈ സ്ലാബിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പൊ എനിക്ക് എത്തത്തില്ല നേർച്ചവേദന നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പുറത്ത് കയറി നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെക്കുന്നത്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ നേരത്തെ സാലഡിലേക്ക് കടന്നു കേട്ടോ. എന്തായാലും നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ സാലഡും പപ്പടവും നിർബന്ധമാണ്. അങ്ങനെ ഞാൻ തക്കാളി ചോറൊക്കെ സെറ്റ് ആക്കിയിട്ട് സാലഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാലഡ് ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അച്ഛനും മോനും കൂടെ ഇവിടെ നിന്ന് പപ്പടം പൊരിക്കാണ് കേട്ടോ. കുഞ്ഞുമണിക്ക് പപ്പടം പൊരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടായാണ് വേണ്ട പപ്പടം പൊരിക്കേണ്ട ജോലി ഏറ്റെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട തക്കാളി ചോറ് അതേടത്തിന് പപ്പടം സാലഡ് പിന്നെ അച്ചാറില്ലാത്തതിന്റെ കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത്രയായിട്ട് ഞങ്ങൾ അടിപൊളി കുശാലായിട്ട് കഴിക്കാൻ പോവാണ്. അമ്മയ്ക്ക് പിന്നെ സമയത്ത് ഫുഡ് കഴിക്കാം കേട്ടോ. അമ്മ അങ്ങനെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കഴുത കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിലുള്ള പരിപാടിയാണ് ചീട്ട് കളി. അപ്പൊ അത്രയും സമയം പോകുമല്ലോ. അനിയന്മാരില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. അനിയന്മാരങ്ങ് അച്ഛമ്മയുടെ വീട്ടിൽ പോയിക്കണം, അതാ കാണാത്തത്. പിന്നെ ഞാൻ കഴുത കളിയിലൂടെ 2-3 വട്ടം കഴുതി ആയിട്ടുണ്ട് കേട്ടോ. അനിയന്മാരുണ്ടെങ്കിൽ അവന്മാരായിക്കോളുമായിരുന്നു. എന്തായാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ചീട്ടിന്റെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും കുഞ്ഞുമണി ഓടി വന്നേക്കാണ് കേട്ടോ. മാതളവും കൊണ്ട് അമ്മ ഇതും കൂടെ കാണിക്കാറുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴും വരും കേട്ടോ അവളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേണ്ട ഇവിടെ വന്നിരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അതേണ്ട റമ്മിയൊക്കെ കളിച്ച്, അല്ല റമ്മിയല്ലല്ലോ കഴുതയൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പൊ അത് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ ബൈ, സീ യു.